ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണ കൂട്ടമായി വസിക്കുന്ന സസ്തിനികളിലൊന്നാണ് ആനകൾ. എന്നാൽ ആനകളിലെ ഒറ്റയാന്മാർ ഒറ്റയ്ക്ക് വസിക്കുന്നവരും ഏറെ അപകടകാരികളുമാണ്. എങ്ങനെയാണ് ഒരു ആന ഒറ്റയാനായി മാറുന്നത്? കാട്ടിലെ ആനകളിൽ കൂടുതലും പിടിയാനകളും കുട്ടിയാനകളുമാണ്. കുട്ടിയാനകൾ വളർന്നു വരുമ്പോൾ അവയിലെ ആൺ ആനകളെ അതിൻ്റെ അമ്മയായി പിടിയാന പതുക്കെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കും. കൊമ്പനായ കുട്ടിയാന വളർന്നു വരുന്നത് തങ്ങളുടെ കൂട്ടത്തിന് അപകടമാണെന്ന് കരുതിയാണ് അവയെ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കുന്നത്. എന്നാൽ അതുവരെ എല്ലാ സ്നേഹവും പരിലാളനയും ലഭിച്ചിരുന്ന ഈ ആനകൾ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതോടെ വലിയ പ്രതിസന്ധിയിലാകും. മറ്റേതെങ്കിലും കൂട്ടത്തിൽ കയറി പറ്റാൻ പല വഴികളും നോക്കും. എന്നാൽ കൂട്ടത്തിലെ വലിയ കൊമ്പനോട് ഏറ്റുമുട്ടി ജയിക്കാൻ പറ്റാതെ പരാജിതനായി മടങ്ങേണ്ടി വരും. മനസ്സ് നിറയെ നിരാശയും നഷ്ടബോധവും പകയും നിറഞ്ഞ അവൻ ജീവിതത്തിൽ തനിച്ചാകും. അങ്ങനെ ഒറ്റയാനായി മാറുന്ന ആനകൾ പലപ്പോഴും വലിയ ഉപദ്രവകാരികളായി മാറുന്നു. ആനകളുടെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യന്റെ കാര്യത്തിലും ഇത്തരത്തിൽ ചില ഒറ്റയാന്മാരെ കാണാനായി കഴിയും. കൂട്ടില്ലാതെ, ബന്ധങ്ങളില്ലാതെ, പരസ്പര സഹകരണമൊന്നുമില്ലാതെ ജീവിക്കുന്നവർ, എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നൊന്ന് പോയാൽ മതിയെന്ന് ചിന്തിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നവർ. അങ്ങനെ ഒറ്റയാന്മാരായി മാറുന്നവർ പലപ്പോഴും കുടുംബത്തിനും സമൂഹത്തിനും ദോഷമായി ഭവിക്കുന്നു. എന്നാൽ ആരാണ് ഈ ഒറ്റയാന്മാരെ സൃഷ്ടിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പകർന്നു കൊടുക്കേണ്ട സ്നേഹവും കരുതലും പരിലാളനയും കിട്ടാതാകുമ്പോഴാണ് പല കുട്ടികളും യൗവനത്തിൽ ഒറ്റയാന്മാരെ പോലെയാകുന്നത്. മനുഷ്യൻ ഏകനായിരിക്കും നല്ലതല്ല എന്ന് ദൈവം കണ്ട് അവന് കൂട്ടുപകർന്നു കൊടുക്കുന്ന ദൈവത്തെ ഉൽപ്പത്തി പുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നു. അതേ ദൈവത്തിൻ്റെ മക്കളായ നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ് എല്ലാവരെയും പരിഗണിക്കുക എന്നത്. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാണെന്ന് പറയുന്ന യാക്കോബ് ശ്ലീഹായുടെ വാക്കുകൾ ജീവിതത്തിൽ കാണിക്കേണ്ട നന്മയുടെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. ആരും ഒറ്റയാനായി പിറക്കുന്നില്ല. സാഹചര്യങ്ങളാണ് ഒരാളെ ഒറ്റയാനാക്കി മാറ്റുന്നത്. നാം ആ സാഹചര്യമായി മാറരുത്. സാഹചര്യങ്ങളെ മാറ്റിയാൽ മനുഷ്യരിലെ ഒറ്റയാന്മാരെ കൂട്ടുകാരാക്കാൻ സാധിക്കുമെന്നതാണ് വലിയ പ്രത്യേകത. ഒറ്റുകൊടുക്കുന്നതിനെ പോലും കൂടെ ഇരുത്തി കാലുകൾ കഴുകിക്കൊടുത്ത് ഭക്ഷണം പകർന്നു കൊടുത്ത് എൻ്റെ സ്നേഹിത എന്ന് വിളിക്കണമെന്നാണ് നല്ല ഗുരുവിൻ്റെ പാഠം. ഒറ്റയാന്മാരെ സൃഷ്ടിക്കുന്നവരാകാതെ സ്നേഹിതരെ സമ്പാദിക്കുന്നവരാകാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കും. അകലാത്ത സ്നേഹിതൻ ഉത്തമ കൂട്ടാളിയായി ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. അകലാത്ത സ്നേഹിതൻ ഉത്തമ കൂട്ടാളിയായി ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ.